ലോക്കൽ സെൽഫ് ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നമ്മൾ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയും, അങ്ങനെ പറഞ്ഞു വന്നാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ള പേരിലേക്ക് വന്നത്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കേരളത്തിലേക്ക് ആസന്നമായിരിക്കുകയാണ്. ഒക്ടോബർ 2-നാണ്, കൃത്യമായി പറഞ്ഞാൽ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ഒക്ടോബർ 2-നാണ് പുതിയ ഭരണസമിതി വരേണ്ടത്. പക്ഷേ പല കാരണങ്ങളാൽ ഇലക്ഷൻ നീണ്ടുപോയി. ഇപ്പോൾ നവംബറായി. ഇനിയിപ്പോൾ ഉടനെ തന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഡിസംബറിൽ പുതിയ ഭരണസമിതി വരും. അപ്പോൾ ഭരണസമിതി വരുമ്പോൾ 1000-ഓളം വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ, അതിൽ 23,000-ലധികം വരുന്ന വാർഡുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ, അതുപോലെ മുനിസിപ്പാലിറ്റികൾ, വലിയ ഒരു സന്നാഹം, ഒരു 1,00,000 ആളുകളെങ്കിലും, 4 പാർട്ടിയും കൂടെ കണക്കാക്കി, പിന്നെ ഒരു സ്വതന്ത്രന്മാരെയും കൂടെ കണക്കാക്കി, ഒരു 1,00,000-നും 1,50,000-നും അല്ലെങ്കിൽ 1,25,000, 1,50,000 വെച്ചോളൂ, ഒരു 1,50,000 ആളുകൾ പങ്കെടുക്കുന്ന വളരെ വലിയ ഉത്സവമാണ്, ഇലക്ഷൻ മാമാങ്കമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇതിൽ എല്ലാ ചാനലുകളും അവരുടേതായ ഇലക്ഷൻ ന്യൂസുകളും ബുള്ളറ്റിനുകളും കൊടുത്തു വരുന്നു. എന്നാൽ സുഭാഷിതം ചാനൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ 50% സ്ത്രീകളാണ്. സ്ത്രീകളാകുമ്പോൾ പലപ്പോഴും അവർ പുതിയ ആളുകൾ ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. കുടുംബശ്രീ, തൊഴിലുറപ്പ്, അതുപോലെ തന്നെ അങ്കണവാടികൾ, ആശാ വർക്കേഴ്സ്, ഇങ്ങനെയൊക്കെ അതിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ത്രീകൾ, സമൂഹത്തിൽ വന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ, പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ത്രീകളൊക്കെ വിവിധ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുണ്ട്. പുരുഷന്മാരും സ്ഥാനാർത്ഥികളാകുന്നുണ്ട്. ഒരുപാട് ആളുകളെ പല നിബന്ധനകളും പല പാർട്ടികളും വെച്ചിട്ടുണ്ട്. CPM വെച്ചിരിക്കുന്ന ഒരു നിബന്ധന, 2 ടേം തുടർച്ചയായി ജയിച്ച ആളിനെ ഇനി മാറ്റും. അങ്ങനെ മാറ്റുമ്പോൾ അങ്ങനെ ഒരാളിന് ഇപ്പോൾ കൊടുത്തേ പറ്റൂ. അയാൾ നിന്നാലേ ആ വാർഡ്, അല്ലെങ്കിൽ ആ വനിതയോ പുരുഷനോ നിന്നാലേ ആ വാർഡ് ജയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാർഡ് ജയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹം വളരെ സീനിയറാണ്, കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള കർശനമായ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ മേൽ കമ്മിറ്റികളിലേക്ക് അയച്ച് അത് മുകളിലോട്ട് പോയി, ചിലപ്പോൾ ജില്ലാ കമ്മിറ്റി വരെയൊക്കെ പോയി അവരുടെ പ്രത്യേക സാങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ 2 ടേമിൽ കഴിഞ്ഞവർക്ക് മത്സരിക്കാൻ കഴിയുള്ളൂ. 3 ടേം കഴിഞ്ഞവർക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിബന്ധന ലീഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷേ അവസാനം പിന്നെ ശകലം വെള്ളം അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പക്ഷേ അത് വല്ലാതെ ചേർത്തിട്ടില്ല, എന്നാലും കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇനി മറ്റ് പാർട്ടികളും ഇതുപോലെ തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട്. BJPക്ക് അങ്ങനെ സാധ്യതയില്ല. കാരണം തുടർച്ചയായി 2 പ്രാവശ്യം ഒന്നും ടേമിലായ ആരുമില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ഒരു ടേമിൽ വന്നവർ കാണും മാക്സിമം. അശോകുമാറിനെ പോലെയുള്ള ആളുകൾ, പാൽക്കുളങ്ങര വാർഡിലുള്ള അശോകുമാറിനെ പോലെ, P. അശോകുമാറിനെ പോലുള്ള ആളുകൾ ഒരുപാട് വർഷമായി നിൽക്കുന്നു. അതുപോലെ കുരിയാത്തി വാർഡിലൊക്കെ മോഹനൻ നായരും ഒക്കെ നിൽക്കുന്നു. അങ്ങനെ ഒത്തിരി പേരുണ്ട്. പക്ഷേ ഒരുപാട് പേര് BJPക്ക് ഇല്ല. അതുകൊണ്ട് BJP അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ലീഗും അങ്ങനെ കേരള കോൺഗ്രസ് ഒന്നും എടുക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം അവരുടേതായ രീതിയിൽ അവർ പോകും. പക്ഷേ ഇവർ 2-3 പാർട്ടികൾ ചിലപ്പോൾ എടുക്കാൻ സാധ്യതയുണ്ട്. 2 പാർട്ടി എടുത്ത് 3. നമ്മൾ പറയാൻ വന്ന വിഷയം അതല്ല. സുഭാഷിതം ചാനലിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരുടെ ബൈറ്റ് കൊടുക്കാം, അവരുടെ ഇൻ്റർവ്യൂ കൊടുക്കാം, അവരുടെ ബയോഡേറ്റ, അവർ മറ്റ് പൊതുസമൂഹത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. കാരണം പല കാര്യങ്ങളും ചെയ്തവരായിരിക്കും, ഈ സാമൂഹ്യ രംഗത്തൊക്കെ നിൽക്കുന്നവരായിരിക്കും ഇതിലേക്ക് മത്സരിക്കുന്നത്. അത് സ്വതന്ത്രരായാലും ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ടവരായാലും അങ്ങനെ മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ദയവായി ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക്, വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരികയോ ഞങ്ങളെ വിളിക്കുകയോ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, പല പഞ്ചായത്തുകളിലും പ്രസിഡന്റുമാർ, ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കും ബ്ലോക്കിലേക്ക് മത്സരിക്കുക, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുക, തിരിച്ച് മത്സരിക്കുക. ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കും ബ്ലോക്കിൻ്റെ പ്രസിഡന്റ് ആയിട്ട്. അപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ താല്പര്യമുള്ളവർ കാണും. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ കണ്ടുകൊണ്ട് നിർത്തുന്നു. അങ്ങനെ മത്സര രംഗത്ത് വരുന്നവരും കാണും. അതിൽ അവർ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നവരുമായിരിക്കും. അപ്പോൾ ഇരുന്നിട്ടുള്ളവരാണെങ്കിൽ പഞ്ചായത്തിൽ തന്നെ, അവരുടെ ഗ്രാമപഞ്ചായത്തിലോ ബ്ലോക്ക് പഞ്ചായത്തിലോ ജില്ലാ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ അവർ ചെയ്തിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ, അവരുടെ നേതൃത്വത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ നമുക്കൊരവസരം കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും തരുന്നതാണ്. അപ്പോൾ 2-3 തരത്തിലാണ്. ഒന്ന്, പുതിയതായിട്ട് വരുന്ന ആളുകൾക്കുള്ള അവസരം. 2, നിലവിൽ മത്സരിച്ച് വരുന്ന ആളുകൾക്കുള്ള അവസരം, വീണ്ടും മത്സരിക്കുകയാണെങ്കിലുള്ള അവസരം. ഏതെങ്കിലും അധികാര സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു പദവിയിലിരുന്നെങ്കിൽ ആ പദവിയിൽ കൊണ്ട് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ അവതരിപ്പിക്കാനുള്ള അവസരം. സാമൂഹ്യ രംഗത്ത്, മറ്റ് രംഗത്ത് റിട്ടയർഡായ ഉദ്യോഗസ്ഥർ, മറ്റൊരുപാട് ആളുകൾ വരും. അവർ മറ്റ് മേഖലകളിൽ ചെയ്ത കാര്യങ്ങൾ പൊതുസമൂഹത്തെ പരിചയപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ നിങ്ങൾക്ക് സമീപിക്കാം. തദ്ദേശം എന്നുള്ള ഒരു പേരിൽ നമ്മൾ നിരവധി പരിപാടികൾ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അതിലൊരു പരിപാടിയായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്, സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ താല്പര്യമുള്ളവർ, സ്ഥാനാർത്ഥികളാകുന്നവർ ദയവായി ഇപ്പോൾ തന്നെ, ഇനി സ്ഥാനാർത്ഥി ആകാൻ മോഹമുള്ളവരും വരാം. കാരണം അങ്ങനെ എന്താണ്, ഇങ്ങനെ പബ്ലിസിറ്റിയൊക്കെ വന്ന് ഒരു PR വർക്കൊക്കെ കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഒക്കെ കിട്ടിയാൽ സ്വാഭാവികമായിട്ട് പാർട്ടികളും ചിലപ്പോൾ പരിഗണിക്കുമല്ലോ കൂടുതൽ.
അതും ആലോചിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ഥാനാർത്ഥികളാകാൻ മോഹമുള്ളവർ, സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ളവർ, തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയാകുന്നവർ, അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്കൊരു അവസരം കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ കഴിയുന്ന സ്ഥലങ്ങളിൽ നേരിട്ട് പോയി ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോസ് അയച്ച്, പല മാർഗ്ഗങ്ങളുണ്ട്. അതിനകത്ത് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. സാങ്കേതികവിദ്യ വളർന്നിരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലായിടത്തും നേരിട്ട് പോയി ഷൂട്ട് ചെയ്യണമെന്നില്ല. പല കാര്യങ്ങളാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ആ തരത്തിൽ ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം നമുക്ക് ആലോചിക്കാം. വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ തീർച്ചയായിട്ടും ഞങ്ങളെ കൂടി കോൺടാക്റ്റ് ചെയ്യണം. പ്രത്യേകിച്ച് പുതിയ ആളുകളാണെങ്കിൽ അവർ തീർച്ചയായും ഞങ്ങളെ സമീപിക്കണം. ഒന്ന്. രണ്ടാമതൊരു കാര്യം കൂടി ഞങ്ങൾ സുഭാഷിത ചാനൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്കുള്ള വിഷൻ ഡോക്യുമെൻ്റ് ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. കാരണം ഞാനുമായാലും ഞങ്ങളെ കൂടെയുള്ള ടീമായാലും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായിട്ടും ആസൂത്രണ പ്ലാനിംഗ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ടും പഞ്ചായത്ത് ബോർഡ് നിർമ്മാണ പദ്ധതി മുതൽ ഞങ്ങൾ നിരവധി പദ്ധതികളിലും പ്രോഗ്രാമുകളിലും പങ്കെടുത്ത ഒരു ടീം ഞങ്ങളോടൊപ്പമുണ്ട്. ആ ടീമിൻ്റെ സേവനം പഞ്ചായത്തുകൾക്ക് പ്രയോജനപ്പെടുത്താം. നിങ്ങൾക്ക് മാനിഫെസ്റ്റോ ഉണ്ടാക്കുന്നതിന്, ലോക്കൽ മാനിഫെസ്റ്റോ ഉണ്ടാക്കുന്നതിന്, ഒരു വിഷൻ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നതിന്, ചർച്ചകൾ സംഘടിപ്പിക്കുന്നതിന് ഒക്കെ നമ്മളുടെ ടീമിൻ്റെ സേവനം നിങ്ങൾ പ്രയോജനപ്പെടുത്താം. അപ്പോൾ അത് പക്ഷേ കുറച്ച് ചിലപ്പോൾ എല്ലാം ഫ്രീ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. കാരണം അവർക്ക് വരുന്ന ടീമിന് ടിഎയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കണം, ഓണറേറിയം കൊടുക്കേണ്ടി വരും. എന്തായാലും പഞ്ചായത്തുകൾ അങ്ങനെയും കൂടി ചിന്തിച്ചാൽ ഞങ്ങളുടെ സഹായം ഉണ്ടാകും. എന്തായാലും പ്രൊഫഷണലി, ടെക്നിക്കലി ഞങ്ങളുടെ സഹായം സുഭാഷിതം ചാനലിൻ്റെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകളുടെയും സേവനം ഞങ്ങൾ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കുൾപ്പെടെ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് താല്പര്യമുള്ള ആളുകൾ ഞങ്ങൾ കൂടി മൊബൈൽ നമ്പർ നിങ്ങൾ അയച്ചു തന്നാൽ ഞങ്ങൾ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾക്ക് നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, പഞ്ചായത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അല്ല മറ്റ് മേഖലയിൽ പ്രവർത്തിച്ചവരാണെങ്കിൽ ആ മേഖലയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, കിട്ടിയ അവാർഡുകൾ, അംഗീകാരങ്ങൾ, സ്ഥാനങ്ങൾ ഒക്കെ പരിചയപ്പെടുത്തുവാൻ കഴിയുന്ന മനോഹരമായ കുറേ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ ഒരാളിൻ്റെ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയെ തന്നെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ രീതിയിലുള്ള വീഡിയോസ് കൂടി നമ്മൾ ചെയ്യാൻ പറ്റും. ഇലക്ഷൻ സമയത്തിന് വളരെ മുമ്പേ ആയാൽ നിങ്ങൾക്കത് പ്രചരിപ്പിക്കുവാനും, ഇത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഡിജിറ്റൽ ചാനൽ എന്നുള്ള നിലയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു PR വർക്കിലേക്ക് അത് വരികയില്ല. ഇലക്ഷൻ്റെ കമ്മീഷൻ്റെ വർക്കിലേക്കൊന്നും അത് വരുന്നില്ല, ചിലവിലേക്കൊന്നും അത് വരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ കേരളത്തിൽ മത്സരിക്കാൻ താല്പര്യമുള്ളവരും സാധ്യതയുള്ളവരും നിശ്ചയമായി മത്സരിക്കുന്നവരും അതേത് പാർട്ടിയിൽപ്പെട്ടവരായാലും സ്വതന്ത്രരായാലും ഞങ്ങൾക്ക് കൂടി ഒരു വിളി തരിക. നിങ്ങളുടെ വിളിപ്പുറത്ത് ഞങ്ങളുണ്ട്.